സ്ഥലങ്ങളിൽ കക്ക്, കോഴിപ്പെട്ടി ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇത് കുടലിന്റെ ഭാഗമായതുകൊണ്ട് ബോട്ടി എന്നും ഇതിനെ വിളിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ഭാഗം കൊണ്ടുപോയി കറി വെച്ചാൽ വലിയ രുചിയൊന്നും ഉണ്ടാവത്തില്ല, നല്ല റബ്ബർ പോലെ ഇരിക്കുകയും ചെയ്യും. ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രശ്നം എന്താണ്? പലരും പറയുന്നത് ഈ സാധനത്തിനകത്ത് കോഴിയുടെ പല മാരകമായിട്ടുള്ള ഇത് കഴിക്കുന്ന വിഷപദാർത്ഥങ്ങളും വരുമെന്നും പുഴുവൊക്കെ വന്ന് അടിഞ്ഞുകൂടുമെന്നും ഇത് കഴിക്കുന്നത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുമെന്നും അതുകൊണ്ട് ഇത് കഴിക്കരുതെന്നും പറയും. അതുകൊണ്ട് തന്നെ പലപ്പോഴും കടകൾക്കകത്ത് നമ്മൾ ഇറച്ചി വെട്ടി വാങ്ങുമ്പോൾ ഈ ഒരു സാധനം കക്ക അഥവാ ഈ ഗിസാഡ് എന്ന് പറയുന്ന സാധനത്തിനെ ആരും വാങ്ങത്തില്ല, അത് കളയുകയും ചെയ്യും. പല കടകളിലും ഈ നായക്കൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി വില കുറഞ്ഞ കോഴിയുടെ പാർട്സ് എന്ന രീതിക്ക് ഈ കക്ക അഥവാ ഈ ഗിസാഡ് അഥവാ കോഴിപ്പെട്ടി മാങ്ങാണ്ടി വാങ്ങിച്ചുകൊണ്ട് വരുന്നവരുമുണ്ട്. മനുഷ്യർ ഇത് കഴിക്കുന്നത് കുറവാണ്. യഥാർത്ഥത്തിൽ പലർക്കും ഇതിന്റെ ഗുണം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ലീൻ പ്രോട്ടീൻ നൽകാൻ കഴിവുള്ള നല്ലൊരു ഓർഗൻ മീറ്റാണ് ഈ കക്ക അഥവാ കോഴിപ്പെട്ടി എന്ന് വിളിക്കുന്ന ഗിസാഡ്. ഇതിന്റെ